മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ മംഗളങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. സഭാപിതാവായ വിശുദ്ധ ഇരണേവോസ് യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പ്രകാരം പഠിപ്പിക്കുന്നു. ദൈവപുത്രൻ മനുഷ്യനായിത്തീർന്നു, മനുഷ്യർ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നതിന് വേണ്ടി. യേശു മനുഷ്യനായി അവതരിച്ച് ലോകത്തിലേക്ക് വന്നത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീർന്ന് സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവി എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ഈശോയിൽ വീണ്ടും ജനിക്കുന്ന ഒരനുഭവമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3:3 പറയുന്നത് പോലെ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്ന അനുഭവത്തിലാണ് ക്രിസ്തുമസിൻ്റെ ആനന്ദം അടങ്ങിയിരിക്കുന്നത്. വിശുദ്ധ മറിയം മഗ്ദലേന ഈശോയിൽ വീണ്ടും ജനിച്ചു. സക്കേവൂസ് യേശുവിൽ വീണ്ടും ജനിച്ചു. വീണ്ടും ജനിക്കുന്നവർക്കാണ് തിരുപ്പിറവിയുടെ ആനന്ദം ഹൃദയത്തിൽ ലഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16:24 ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നമ്മളെല്ലാ ദുഃഖങ്ങളും വേദനകളും സന്തോഷമായി മാറുന്ന തിരുനാളാണ് ക്രിസ്മസ്. അതാണ് ക്രിസ്മസിനെക്കുറിച്ചുള്ള, തിരുപ്പിറവിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വെളിപാടിൽ നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ഇതാ ലോകത്ത് എല്ലാവർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്മസ് ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവമാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-7 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള വലിയ ഒരു വചനമാണത്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. യേശു ദൈവമായ ഈശോ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്ന് ഒരു ദാസനായി, ഒരു അടിമയായി മനുഷ്യൻ്റെ രൂപത്തിൽ അവതരിക്കുന്നു. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ തിരുനാളാണ്. യേശുവിൻ്റെ ജനനത്തിൽ പങ്കുപറ്റിയ എല്ലാവരും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയും, സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയെ സ്വീകരിച്ച ഔസേപ്പ് പിതാവും എല്ലാം ശൂന്യവൽക്കരണത്തിൻ്റെ അടയാളങ്ങളാണ്. ഈ ക്രിസ്മസ് നമ്മെ ക്ഷണിക്കുന്നത് ഒരു സ്വയം ശൂന്യവൽക്കരണത്തിലേക്കാണ്. ബൈബിളിൽ പാപം ലോകത്തിലേക്ക് വന്നത് സ്വയം ശൂന്യവൽക്കരണത്തിന് എതിരായിട്ടുള്ള തിന്മയിൽ നിന്നാണ്. പിശാച് മാലാഖയായിരുന്നു. മാലാഖ ദൈവത്തെപ്പോലെ ആകാൻ പരിശ്രമിച്ചപ്പോഴാണ് മാലാഖ പിശാചായി മാറുന്നത്. അത് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ വിരുദ്ധമാണത്. ആദ്യ മാതാപിതാക്കൾ ദൈവത്തെപ്പോലെ ആകാൻ പരിശ്രമിച്ചപ്പോഴാണ് പ്രപഞ്ചത്തിൽ പാപം വന്നത്. സ്വയം ശൂന്യവൽക്കരിക്കാതെ നമുക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ അവിടെയാണ് പാപം കടന്നു വരുന്നത്. ഈ ക്രിസ്മസ് നമ്മെ ക്ഷണിക്കുന്നത് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ആഴങ്ങളിലേക്കാണ്. നമ്മൾ ഈശോയുടെ പീഡാസഹനവുമായി ബന്ധപ്പെട്ട് ലൂക്കാ സുവിശേഷം 19:34 ഈശോയുടെ മരണശേഷം ഈശോയുടെ തിരുവിലാവിലേക്ക് പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടുത്തെ തിരുവിലാവിൽ നിന്ന് രക്തവും ജലവും ഒഴുകി. അവിടെ നമ്മൾ കാണുന്നത് ഈശോ തനിക്കുള്ളതെല്ലാം നമുക്ക് വേണ്ടി സമർപ്പിച്ചു. അവസാനമായി യേശുവിൻ്റെ ഹൃദയത്തിൽ കെട്ടിക്കിടന്ന ഏതാനും തുള്ളി രക്തവും ജലവും പോലും നമുക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് ഇനിയൊന്നുമില്ല, എല്ലാം ഈശോ നമുക്ക് വേണ്ടി സമർപ്പിച്ചു എന്ന് നമുക്ക് വെളിപ്പെടുകയാണ്. അപ്പോൾ പുൽക്കൂട്ടിൽ സ്വയം ശൂന്യവൽക്കരിക്കപ്പെടണത്തിൽ ജനിക്കുന്ന, സ്വയം ശൂന്യവൽക്കരണത്തിൽ ജനിക്കുന്ന ഈശോ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മളെ വീണ്ടെടുക്കുന്നു. നമുക്കും നമ്മെ തന്നെ സ്നേഹിക്കാതെ
മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം കൊടുത്തുകൊണ്ട് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ഈ വലിയൊരു കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു അമ്മയെക്കുറിച്ച് ഒരു കഥ. അമ്മ തൻ്റെ കുഞ്ഞിന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയോട് വീട്ടിലെ ജോലി ചെയ്യാൻ പറയുമ്പോൾ ഈ കുട്ടി അമ്മയ്ക്കൊരു കത്തെഴുതുകയാണ്. ഓരോ ജോലിക്കും ആനുപാതികമായ പണം ആവശ്യപ്പെട്ടുകൊണ്ട് കുഞ്ഞമ്മയ്ക്കൊരു കത്തെഴുതുന്നു. രാവിലെ പാത്രം കഴുകുന്നതിന് 10 രൂപ, മുറ്റമടിക്കുന്നതിന് 10 രൂപ, അങ്ങനെ വീട്ടിലെ ഓരോ ജോലിക്കും ആനുപാതികമായ പണം ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മയുടെ മുറിയിൽ ഈ കുഞ്ഞ് ഒരു കത്തെഴുതി വെക്കുന്നു. ഇത് വായിച്ച അമ്മ കുഞ്ഞ് മുറിയിൽ വരുന്നതിന് മുമ്പ് കുഞ്ഞിനൊരു കത്തെഴുതുകയാണ്. മകളെ, നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ചതിന് നോ ചാർജ്. നീ രോഗം വരുമ്പോൾ നിൻ്റെ അടുത്തിരിക്കുന്നതിന് നോ ചാർജ്. നീ സ്കൂളിൽ പോകുമ്പോൾ നിനക്ക് ഭക്ഷണം തയ്യാറാക്കി തരുന്നതിന് നോ ചാർജ്. അങ്ങനെ ആകെ അമ്മയ്ക്ക് കുഞ്ഞു കൊടുക്കേണ്ടത് നോ ചാർജ്. ഒന്നും പ്രതിഫലം വെച്ചിക്കാതെ തങ്ങളെ തന്നെ പൂർണ്ണമായി കൊടുക്കുന്നവരിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുന്നത്. ഈ വലിയൊരു കൃപ ക്രിസ്മസിൽ നമ്മളെ തന്നെ ഒരു സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ മനോഭാവം നമ്മൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17:19 വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 12:24 പറയുന്നത് പോലെ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ ഏറെ ഫലം പുറപ്പെടുവിക്കും. സ്വയം ശൂന്യവൽക്കരണമുള്ളിടത്താണ് ഫലമുണ്ടാകുന്നത്. നമ്മളെ തന്നെ വ്യയം ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക, കുടുംബത്തിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നമ്മളെ തന്നെ വ്യയം ചെയ്യുന്നതിൻ്റെ പേരാണ് സ്വയം ശൂന്യവൽക്കരണം. ആ വലിയ സ്വയം ശൂന്യവൽക്കരണത്തിലേക്കാണ് ഈശോ നമ്മെ ക്ഷണിക്കുന്നത്. ആട്ടിടയന്മാരും പൂജ്യരാജാക്കന്മാരും എല്ലാവരും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ അടയാളങ്ങളാണ്. ദിവ്യ നക്ഷത്രം കണ്ട് യേശുവിനെ അന്വേഷിച്ച് പുറപ്പെടുന്ന അവരുടെ ജീവിതത്തിൽ ഒരു സ്വയം ശൂന്യവൽക്കരണമുണ്ട്. ആട്ടിടയന്മാർ ദൈവത്തിൻ്റെ സ്വരം കേട്ട് പുൽക്കൂട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ അതിലും തങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു സ്വയം ശൂന്യവൽക്കരണമുണ്ട്. ഈ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.